ഞാനിപ്പോൾ ആയിരിക്കുന്നത് അടൂർ എക്സ്പോയിലാണ്. അടൂർ പെക്സ് 2024 എന്ന പേരിൽ പത്തനംതിട്ട ജില്ലാ ഫിലാറ്റലിക് ആൻഡ് ന്യൂമിസ്മാറ്റിക് അസോസിയേഷൻ്റെ എക്സിബിഷൻ ഇവിടെ നടക്കുകയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് ശ്രീകുമാർ മല്ലപ്പള്ളി എന്ന ഒരു സുഹൃത്താണ് നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിൻ്റെ കളക്ഷനുകൾ എന്തൊക്കെയാണ്, എന്നു മുതലാണ് അദ്ദേഹം ഈ രംഗത്തേക്ക് കടന്നു വന്നത് എന്നുള്ള അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. എൻ്റെ പേര് ശ്രീകുമാർ, ഞാൻ മല്ലപ്പള്ളിയിൽ നിന്നാണ് വരുന്നത്. പത്തനംതിട്ട ജില്ലയിൽ ഇതിലേക്ക് വന്നിട്ട് 11 വർഷത്തോളമായി ഇവിടെ വന്നിട്ട് തന്നെ. അപ്പം ഞാൻ ഈ തുടങ്ങിയിട്ട് 31 വർഷത്തോളമായി ആൻറ്റിക്കിനോടുള്ള താല്പര്യം തുടങ്ങിയിട്ട്. ട്രാവൻകൂർ കോയിൻസ്, ബ്രിട്ടീഷ് കോയിൻസ്, പുരാവസ്തുവായിട്ടുള്ള ഒത്തിരി ഐറ്റങ്ങളും ക്യാമറയാണ് എനിക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയത്. ഇപ്പോൾ ഒരു 300 ക്യാമറയോളം ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ ക്യാമറ 300 എണ്ണം ഞാൻ കളക്ട് ചെയ്ത് 1.5 വർഷം കൊണ്ടാണ് കളക്ട് ചെയ്തത്. അപ്പം വേറെ കുറേ ഐറ്റങ്ങളുണ്ട് നമ്മുടെ കയ്യിൽ. അപ്പം ഞാനത് കൊണ്ടുവന്നിട്ടില്ല. അതായത് എപ്പോൾ വന്നാലും നമ്മുടെ നാട്ടിൽ മല്ലപ്പള്ളി വന്നു കഴിഞ്ഞാൽ കാണാനുള്ള അവസരങ്ങളും എല്ലാവർക്കും തരാം. നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏത് വേളിലും എങ്ങനെയാണ് വിശദീകരിച്ച് നമ്മൾ തരാം. ഇത് നമ്മുടെ വാഗേശ്വരിക്ക് സ്വന്തം ആലപ്പുഴ ജില്ലയിൽ ഉണ്ടാക്കിയ ക്യാമറയാണ്. 1940-ലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ഡീറ്റെയിൽ നമ്മൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അതിനും പഴക്കമുള്ള ക്യാമറ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ ഇത് നമ്മുടെ സ്വന്തം ആലപ്പുഴ ജില്ലയിൽ ഉണ്ടാക്കിക്കൊണ്ടാണ് നമ്മൾ ഇതിനോട് അത്ര താല്പര്യമായിട്ട് ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നത്. അതേ ഒരു പതിപ്പ് നമ്മുടെ വേറെ ഉണ്ട്, പക്ഷേ അത് തമിഴ്നാട്ടിലെയാണ് ആ ഓർമ്മ. ഇതിനൊക്കെ ഒത്തിരി പ്രത്യേകമുള്ളതാണ്. അന്നൊക്കെ ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോ ബൾബുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ഫ്ലാഷ് കത്തി കഴിഞ്ഞാൽ ബൾബ് പോകും. ഒറ്റ ഒരു ഇതിന് ഓരോ ഇതേ ഉള്ളൂ. ആ ഒരു ടൈപ്പാണ്. ഇതും അതുപോലെയാണ്. ഇത് പ്രത്യേകത വലിയൊരു ഇത് കണ്ടു വൃത്തികാരോട് മേടിച്ചതാണ്. പക്ഷേ ഇത് ഞാൻ വടക്കേണ്ടിയിൽ നിന്ന് വരുത്തിയതാണ് ഈ സാധനം. പിന്നെ ഇതാണ് ഫോട്ടോയുടെ ക്യാമറ. ഇതെന്ന് പറഞ്ഞാൽ അന്ന് ഫോട്ടോ എടുക്കുന്ന സമയത്ത് 80-75 രൂപയാണ്. ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ ഇതിനകത്തൂടെ നമുക്ക് പ്രിൻ്റ് കിട്ടും ഫോട്ടോയുടെ ക്യാമറകൾ. പിന്നെ ഇത് ബെല്ലോസ് ക്യാമറകൾ. ഇതെല്ലാം ബെല്ലോസ് ക്യാമറകളാണ്. ഇതുള്ളത് 60-70 ബെല്ലോസ് ക്യാമറ. പിന്നെ ബേബി ക്യാമറയുണ്ട്. പിന്നെ ഇതാണ് മൈക്രോസ്കോപ്പ് ക്യാമറയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ നോക്കുന്നത്, പിക്ചർ എടുക്കുന്നത് ഇവിടെ നിന്നാണ്. എന്നിട്ട് ഇവിടെ ഒരു ഷട്ടറുണ്ട്. ആ ഷട്ടർ ക്ലോസ് ചെയ്യണം. ഇത് കണ്ടോ, ഇത് ക്ലോസ് ചെയ്തിട്ടാണ് ഈ ലെൻസ് പിടിക്കുന്നത്. ഷട്ടർ ക്ലോസ് ചെയ്തിട്ട് ലെൻസ് എടുക്കുക. ഇതുണ്ട്. അപ്പോഴത്തേന് ഇത് ക്ലോസ് ആവും. ഇത് തുറന്നു കഴിഞ്ഞാൽ വെട്ടം അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ആ ഫിലിം ഇതായിപ്പോകും. എപ്പോഴും വർക്കിംഗ് ചെയ്യുന്ന സാധനം. പോക്കറ്റ് ക്യാമറ വിത്ത് റേഡിയോ. ഇപ്പോഴും സൗണ്ട് കേട്ടോ. ഇതെല്ലാം ഒരു 80കളുടെ ക്യാമറയാണ്. പിന്നെ നമ്മൾ അതിൻ്റെ ഇതായിട്ട് തുടർച്ചയായിട്ട് മൊത്തം ചെയ്യുന്നുള്ളതല്ലേ. ഇത് ഡിജിറ്റലാണ്. എന്നാലും നമ്മൾ ആ ഒരു ഇതായിട്ട് കണ്ടിന്യൂ ചെയ്ത് അങ്ങോട്ട് കണ്ടിരുന്നു. ഇത് നമ്മുടെ കളക്ഷൻ തന്നെയാണ് കേട്ടോ. കേരളത്തിലെ എല്ലാ ജില്ലയിലുള്ള ഇതുണ്ട്. നിലവിളക്ക് കൂട്ടിയുള്ള ഇത് വിളക്ക്, വിളക്ക്. ഇത് കൊമ്പുവിളക്കെന്ന് പറയും. ഒത്തിരി പഴക്കമുള്ള ഒരു ഇതാണ്. ആനയുടെ ഇതും വെച്ചുകൊണ്ട് കൊമ്പുവിളക്കെന്ന് പറയും. ഇത് റയറാണ്. അങ്ങനെ അത് ആൾക്കാരെ ഇല്ല. ഇത് പിന്നെ ഇങ്ങോട്ട് എല്ലാം Q3 ഉണ്ട്, Q4 ഉണ്ട്.
പല ഭാഷകളിലൊക്കെ സൂചിപ്പിക്കുന്ന സാധനങ്ങൾ. 1980 ക്യാമറയാണിത്. ഇത് ഡിസ്ക്കാണ് അന്നത്തെ കാലത്ത് ഉപയോഗിക്കുന്നത്. ഇതാണ് ഇന്നത്തെ കാലത്ത് ഡിസ്ക് വെച്ച് നമ്മളിത് ചെയ്യുന്ന ആ ഒരു ടൈപ്പ് ക്യാമറയാണിത്. ഓരോ വർഷം കഴിയുമ്പോഴത്തേനും ഓരോന്നിനും ഓരോ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ ഫിലിം എന്ന് പറഞ്ഞാൽ തീരെ ചെറിയ ഫിലിംസാണ് ഇതിനകത്ത് വരുന്നത്. അതായത് ചെറിയ ഇതായിട്ടുള്ള ഇതിനൊക്കെ വരുന്നത് 336 mm ആ ഒരു ഇതാണ് ഇവിടെ നമ്മുടെ ഇരിക്കുന്നത്. ഈ ലെൻസ് ഇതെല്ലാം അവിടെ അതിലുള്ള യൂസ് ചെയ്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇതാണ് 36. കണ്ടോ, 36 എന്ന് പറഞ്ഞ ആ ലെൻസ്. അത് കഴിഞ്ഞ് ഇതിലേക്ക് വരുന്നിടത്തെല്ലാം ഇതിനൊക്കെ തീരെ കുറഞ്ഞ ഫിലിമുകളാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങോട്ട് വരുമ്പോൾ തോറും നമ്മൾ 80-കൾ 90-കൾ ആ ഒരു ഇയറിലേക്ക് മൊത്തം ലെതറിൻ്റെ കവറ്, ക്യാമറയുടെ കവർ എന്ന് പറയുന്നത് ഇതൊരു 1970 കവറാണ് വരുന്നത്. അതും ലെതറാണ്, ഒറിജിനൽ ലെതറാണിത്. ഇത് ബോക്സ് ക്യാമറ. നമ്മളിവിടെ നിന്നാണ് വ്യൂ എടുക്കുന്നത്. ഈ ഭാഗത്തു നിന്ന് നോക്കിയാണ് ക്ലിക്ക് ചെയ്തെടുക്കുന്നത്. പണ്ടത്തെ പോലെ ഇങ്ങനെ വെച്ച് നോക്കുന്നതല്ല. ഇവിടെ ഈ ലെൻസിൽ കൂടെയാണ് നമ്മൾ ഈ ഫ്രണ്ട് വ്യൂ കാണുന്നുണ്ടൊക്കെ. കണ്ടോ കണ്ടോ ആ ഒരു രീതിയിലുള്ള നമ്മുടെ 70-കളിലുള്ള ഒരു വീഡിയോ ക്യാമറ. നമ്മുടെ പണ്ടത്തെ കല്യാണങ്ങൾക്ക് എടുത്തുകൊണ്ടിരുന്ന ഒരു വീഡിയോ ക്യാമറയാണ്. ഇതെല്ലാം ആ ഒരു വെറൈറ്റി സാധനമാണ്. ഇതെല്ലാം കൊഡാക്കിൻ്റെ അന്നത്തെ കാലത്ത് നമ്മൾ ഇത് വലിയ കാസറ്റ് ഇടുന്നതായിരുന്നു. ഇത് അത് കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെയും ചെറിയ കാസറ്റ് വീഡിയോയുടെ ആ ഇടുന്ന ഒരു ഐറ്റമാണ്. നമ്മൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഉപയോഗിച്ച സാധനമാണ്. 4 ലെൻസ് ഉണ്ട് ഇതിലേക്ക്. അപ്പോൾ നമുക്ക് ഒറ്റ ക്ലിക്കിൽ 4 ഫോട്ടോ എടുക്കാൻ പറ്റും. അങ്ങനെയാണ് ഈ 4 ലെൻസ് ഇതിലേക്ക് വന്നിരിക്കുന്നത്. ഇപ്പോഴും ഇത് ആ വർഷങ്ങളിലുള്ള സാധനമാണ്. ഇപ്പം വേറെ ഇത് വന്നു. അന്നത്തെ ടെക്നോളജി വെച്ചുകൊണ്ട് ഇത് ഫ്ലാഷോട് വെക്കാനുള്ള സൗകര്യം കൂടിയുണ്ട്. ഇതിൽ ഒരേ സമയം 4 ഫോട്ടോകൾ എടുക്കാനായിട്ട് പറ്റും. അതിന് 4 ലെൻസ് വെച്ചിരിക്കണം. പാസ്പോർട്ട് സൈസ് ഫോട്ടോ അങ്ങനെ അടിച്ചുകൊണ്ടാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഏത് വർഷത്തെയുള്ളതാണെന്ന് പറയാൻ പറ്റുമോ? ഇത് 70-ലെ 1970 കാലഘട്ടത്തിൽ. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെയാണ് ഓപ്പൺ ചെയ്തത്. ഇത് ക്ലിക്ക് ചെയ്യുമ്പം ഇത് കേബിളാണ്. നമ്മുടെ ഈ വണ്ടിയുടെ കേബിൾ പോകുന്ന പോലെ കേബിളിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇവിടെ ഇങ്ങനെ ഞെക്കിയാൽ മതി. ഇത് ഫ്ലാഷ് കൊഡാക്കിൻ്റെ ഒരു ക്യാമറയാണ്. അത് 1977 ക്യാമറയാണിത്. ഇതിന് ഒത്തിരി പ്രത്യേകമുണ്ട്. സൂമിങ് എല്ലാം ഈ രീതിയിലാണ്. ഒത്തിരി പ്രത്യേകമുള്ളൊരു ക്യാമറയാണ്. 1977 ക്യാമറയാണ്. ശ്രീകുമാർ ചേട്ടൻ്റെ കളക്ഷനുകൾ ധാരാളമുണ്ട്. പക്ഷെങ്കിൽ വീഡിയോയുടെ ദൈർഘ്യം കൂടുന്നതുകൊണ്ട് നമുക്കെല്ലാം ഇവിടെ കാണിക്കുവാനായിട്ട് പറ്റുന്നില്ല. തൽക്കാലം നിർത്തട്ടെ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.